C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തു പറ്റി ആശാനെ? എടാ, ആ പ്രിൻസ് ബാർ അടച്ചിരിക്കോ? പ്രിൻസ് ബാർ നേരത്തെ അടയ്ക്കുമല്ലോ. ഇനിയിപ്പോ സാധനം കിട്ടാൻ ചാക്കോ ചേട്ടനെ വിളിക്കണം. അല്ല, ഇതിപ്പോ എന്തിനാ ആശാൻ ഇതൊക്കെ അന്വേഷിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ആകെ ഒരുമാതിരി വട്ട് പിടിക്കുന്ന പോലെ. എനിക്കല്പം മദ്യപിക്കണം. ആശ മദ്യപിക്കാനോ? നല്ല കഥയായി. ഏത് പ്രതിസന്ധിയിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന എന്റെ വിഷ്ണു ആശാനാണ് ഇത് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഒന്നും ഇനി വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ലടാ. സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയ പ്രണയലോകത്തെ രാജകുമാരനായി വിഡ്ഢിവേഷം കെട്ടിപ്പോയി ഞാൻ. ഒരു ദേവിയെ പോലെ ഞാൻ ആരാധിച്ചവൾ. ഇനിയുള്ള ജീവിതം ആർക്കു വേണ്ടിയാണെന്ന് കരുതിയോ അതെ അവൾ എന്നെ തള്ളി പറഞ്ഞില്ലേ? അതും ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിൽ വെച്ചിട്ട്. ഒരു തരത്തിൽ അവള് പറഞ്ഞത് ശരിയാണ്. ഈ താജ്മഹൽ ശില്പം സമ്മാനമായിട്ട് നൽകിയെന്ന് കരുതി ഞാൻ ഷാജാനെന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ. ഒരുമിച്ച് യാത്ര ചെയ്തു എന്ന് കരുതി, ഇഷ്ടത്തോടൊന്ന് സംസാരിച്ചു എന്ന് കരുതി, ഒരുമിച്ചൊരു ഹോട്ടൽ റൂമിൽ തങ്ങിയെന്ന് കരുതി അത് പ്രേമാന്ന് കരുതണം. വെറും വിഡ്ഢിത്തം. ആശാൻ ഇങ്ങനെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കല്ലേ. വാ, നമുക്ക് വീട്ടിൽ പോവാം. എടാ, അവള് ചോദിച്ചു കേട്ടില്ലടാ അവൾ എനിക്ക് ആരാണെന്ന്. അവൾ എനിക്ക് ആരല്ലെന്നായിരുന്നില്ലേ ചോദിക്കേണ്ടത്? അവൾ എനിക്ക് എല്ലാം ആയിരുന്നടാ. എന്റെ ഹൃദയം, എന്റെ പ്രാണൻ, എന്റെ ജീവശ്വാസം. എന്നിട്ട് എന്നെ അവള് എടാ ഈ പെണ്ണുങ്ങളുടെ ഹൃദയം എന്താ കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അവർക്ക് ആവശ്യമുള്ളപ്പോ നമ്മളോട് ഇഷ്ടത്തോടെ പെരുമാറും. ആവശ്യം കഴിഞ്ഞാലോ തഴഞ്ഞു കളയും. അപ്പൊ നമ്മൾ വേദനിക്കുന്ന കണ്ടാൽ അവര് ചോദിക്കും, അയ്യോ ഇയാളോട് പ്രേമം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ എന്ന്. ഇയാള് തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഇയാളെ കണ്ടത് സ്വന്തം ബ്രദറിനെ പോലെയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിനെ പോലെയാണെന്നൊക്കെ. അവിടെ ഉണ്ടല്ലോ നമ്മൾ തീർന്നു. ചാമ്പൽ. നമ്മൾ ആണുങ്ങളൊക്കെ വെറും വിഡ്ഢികളാണ്. ബ്ലഡി ഫൂൾസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.